ഹായ് ടീംസ്, ടുഡേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ യൂട്യൂബ്, അതേപോലെ ഗൂഗിൾ ആഡ്, ഇതിലൊക്കെ ഒട്ടുമിക്ക ആഡ്സിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. ബിൽഡേഴ്സ് ആയിട്ടും മറ്റുള്ള ആഡ്സ് ആയിട്ടും. ഓക്കെ, ഇപ്പോൾ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യുക, അതിൻ്റെ പുറമെ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണപ്പെട്ട കുറച്ച് ആഡുകളിൽ 1 crore അല്ലെങ്കിൽ 2 crore അല്ലെങ്കിൽ 3 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1 CR എന്തായാലും ഒരു 1 lakh നമുക്ക് റിട്ടേൺ മന്ത്ലി കിട്ടും എന്നുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ. അപ്പോൾ നമ്മൾ എത്ര കാലം നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട്, എത്ര കാലം വെച്ചിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ എമൗണ്ടോ നമ്മൾ ഇൻവെസ്റ്റ് ഒരു 1 CR ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മന്ത്ലി നമുക്ക് 1 lakh കിട്ടിയാൽ മതിയോ? അതൊരു സ്കാം അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരു 1 lakh 2 lakh ഒക്കെ സ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ 50,000 വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾ മന്ത്ലി 50,000 1 lakh ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതും ടാക്സും എല്ലാം കൊടുത്തിട്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ ഒരു 1 CR കൊടുത്തിട്ട് നമുക്ക് 1 lakh നമുക്ക് കിട്ടേണ്ട, നമുക്ക് 1 lakh ഏൺ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാമാണ്. അപ്പോൾ മിനിമം നമ്മൾ ചിന്തിക്കുക, ഏതൊരാളുകളും നമുക്ക് കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് തരുന്ന കാര്യങ്ങൾ. ഓക്കെ, 1 lakh ഏകദേശം ഒരു 2,500 അല്ലെങ്കിൽ 5,000 ഒക്കെ നമുക്ക് മന്ത്ലി ഏർണിങ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കാമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം ഇങ്ങനെയും ചിന്തിക്കുക, ഇപ്പോൾ 1 lakh നമുക്ക് 1,000 കിട്ടുന്നുള്ളൂ, അതും ഒരു തരത്തിൽ സ്കാം തന്നെയാണ്. മനസ്സിലായോ? കാരണം മിനിമം മാക്സിമം നമ്മൾ എടുത്തുന്നുള്ള എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ വാങ്ങി വെച്ച് എന്നിട്ട് അവര് ബിസിനസ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ അതൊന്ന് ക്രിറ്റിക്കലി നമുക്കൊന്ന് ഒരു ഹിപ്നോട്ടിസം ചെയ്യാന്നുള്ളതാണ്. ഒന്ന് അനലൈസ് ചെയ്യുക ആ കാര്യങ്ങൾ. നമുക്ക് 1 crore നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 lakh കിട്ടുന്ന ആളും, ഓക്കെ, നമ്മൾ വെറും 50,000 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നാടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കച്ചവടക്കാരെ. ഓക്കെ, അവര് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഓൺലി 15,000 വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ 1 lakh 2 lakh ഇൻവെസ്റ്റ്മെന്റിൽ അവര് എല്ലാ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരാവും. അവരെ റവന്യൂ ഏകദേശം ഒരു 50 to 1 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് റെക്കറിങ് എത്ര എമൗണ്ട് കിട്ടും, എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നന്നാവും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ഓക്കെ, ഗുഡ് ബൈ.